ശബരിമല സന്നിധാനത്തെ പുതിയ ഭസ്മക്കുളത്തിന് സ്ഥാനം കണ്ടു കുറ്റിയടിച്ചു. വടക്ക് കിഴക്കേ ഭാഗത്തായി മീനം രാശിയിലാണ് പുതിയ കുളം. അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. നിലവിലെ ഭസ്മക്കുളം ശരിയായ സ്ഥാനത്തല്ലെന്ന് വാസ്തുവിദ്യാ വിദഗ്ധൻ കെ മുരളീധരൻ പറഞ്ഞു. വിവരങ്ങളുമായി CG ഉമേഷ് ഇരിക്കുകയാണ്. ഉമേഷ്, പുതിയ ഭസ്മക്കുളത്തിനായി പുതിയ സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ കൂടി. പുതിയ കുളം നിർമ്മിക്കാനുള്ള സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാമോ എന്ന ചോദ്യമാണ് ഇവിടെ ഏറെ പ്രസക്തമായി ഉയർന്നത്. കാരണം ദേവസ്വം കഴിഞ്ഞ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദേവപ്രശ്നം ശബരിമല സന്നിധാനം നടത്തിയപ്പോൾ അന്നാണ് ഈ ഭസ്മക്കുളത്തിന്റെ സ്ഥാനം സംബന്ധിച്ച വലിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായത്. നിലവിൽ ഭസ്മക്കുളം എന്ന പേരിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിന് പോലും ഭസ്മക്കുളം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് അന്ന് ദേവജ്ഞമാർ ദേവപ്രശ്ന വിധിയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, നിലവിലുള്ള കുളം അത് ശുചിയായി സൂക്ഷിക്കാൻ കഴിയുന്നില്ല, എപ്പോഴും മലിനമാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് പുതിയൊരു കുളം എന്ന ഒരാശയത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത്. ഇപ്പോൾ എന്തായാലും പുതിയ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. അവിടെ കുറ്റിയടി ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 കുളത്തിന് കല്ലിടിയിൽ ചടങ്ങ് കൂടി നടക്കും. വലിയ നടപ്പന്തലിന് സമീപം കൊപ്രാകളത്തോട് ചേർന്ന് ഉയർന്ന പ്രദേശമുണ്ട്. അവിടെയാണ് നിലവിലിപ്പോൾ പുതിയ കുളം നിർമ്മിക്കാനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അത് ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ മലിനമാകാനുള്ള സാഹചര്യം വളരെ കുറവാണ്. നേരത്തെ ഉണ്ടായിരുന്ന കുളം നാലുപാടും ഉയർന്ന ഒരു ചരിവിലായിരുന്നു സ്ഥിതി ചെയ്തത്. അതുകൊണ്ട് തന്നെ മലിനജലം വളരെ വേഗം അവിടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അതെപ്പോഴും അങ്ങനെ മലിനമാകുന്നത്. അത് വലിയ പരാതികൾക്കും ഒപ്പം വലിയ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു. അങ്ങനെയാണ് പുതിയ കുളം എന്ന ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡ്. പുതിയ കുളം അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായും 60 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. ഇന്ന് കല്ലിട്ടാൽ ഇന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2 മാസക്കാലത്തിന് മുമ്പ് തന്നെ, അതായത് തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാവും. ഇവിടെ എത്തുന്ന ഭക്തർക്ക് അവിടെ കുളിച്ച ശേഷം ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ശയനപ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് മുന്നോടിയായി കുളത്തിൽ കുളിക്കണമെന്ന ചില വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാക്കിയ കുളമാണ് നിലവിലുള്ളത്. ഇപ്പോൾ പുതിയ കുളവും അത്തരത്തിൽ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ഒപ്പം നിലവിലെ കുളത്തിന്റെ സ്ഥാനം സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ശരിയായ സ്ഥാനത്തല്ല എന്ന് സമിതിയും കെ മുരളീധരനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 കല്ലിടിയിൽ ചടങ്ങ് നടക്കും സന്നിധാനത്ത്. സുരേഷ്. ശരി. ശബരിമല സന്നിധാനത്തെ പുതിയ കുളത്തിന് സ്ഥാനം കണ്ടു കുറ്റിയടിച്ചു. വടക്ക് കിഴക്ക് ഭാഗത്തായി മീനം രാശിയിലാണ് പുതിയ കുളം. അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. നിലവിലെ ഭസ്മക്കുളം ശരിയായ സ്ഥാനത്തല്ലെന്ന് വാസ്തുവിദ്യാ വിദഗ്ധൻ കെ മുരളീധരൻ പറഞ്ഞു. വിശദാംശങ്ങളാണ് CG ഉമേഷ് നൽകിയത്.